ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथामितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखां विदंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदिर्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंदा। हरे कृष्णा। हरि ओम तत्सत। हरे कृष्ण। चैतन्य चरितामृത മധ്യലീല 13ാമത്തെ അധ്യായം അല്ലെ, 66ാമത്തെ ശ്ലോകം മുതൽ കാണാം. പൂർവയാഴ്ചേ രസാദിലീല കൈല വൃന്ദാവനേ അലൗകിക ലീല ഗൗര കൈല ക്ഷണേ ക്ഷണേ. पूर्वायाचे रसादे लैला कैला वृंदावने अलौकिका इला गौरा कैला क्षणे क्षणे. Hare Krishna. Hare Krishna. Just as Lord Sri Krishna formally performed the Rasa Leela dance and other pastimes at Vrindavana, Lord Sri Chaitanya Mahaprabhu performed uncommon pastimes moment after moment. എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ ലീലകള് വൃന്ദാവനത്തിൽ കളിച്ചത്, അതേപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു എക്സാക്ട്ലി റിപ്ലിക്ക ലീലകളാണ് ഇവിടെ. ഏകദേശമൊക്കെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീലകളാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭുവും ചെയ്തത്. അതും അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചാൽ, അതായത് ഒരു ലീല കഴിഞ്ഞു ഈ പ്ലാനറ്റിലത്തെ വേറെ പ്ലാനറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലത്തെ കഴിഞ്ഞു വേറെ യൂണിവേഴ്സിൽ, അത് കണ്ടിന്യൂസിൽ ചൈതന്യ മഹാപ്രഭുവിന്റെയും ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത്, ഒരു ലോകത്തിൽ അല്ലെങ്കിൽ വേറെ ലോകത്തിൽ അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അടുത്തത് ഭക്തഗണാനുഭാവേ നാഹി ജാനേ ആന ശ്രീ ഭാഗവത ശാസ്ത്ര താഹാത്തെ പ്രമാണ. भक्तगण अनुभावे नहि जाने आना श्री भागवत शास्त्र ताहे दे प्रमाणा. Sri Chaitanya Mahaprabhu's dancing before the Rath Yatra car could be perceived only by pure devotees. Others could not understand. Description of Lord Krishna's uncommon dancing can be found in the revealed scripture Srimad Bhagavad. ചൈതന്യ മഹാപ്രഭുവിന്റെ രഥയാത്രയുടെ സമയത്തുള്ള ആ ഡാൻസ്, അതായത് ചൈതന്യ മഹാപ്രഭു 7 ഗ്രൂപ്പിലും സന്നിധനായിരുന്നു. എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു, പക്ഷെ എല്ലാവർക്കും കാണാൻ പറ്റിയില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള ഡിവോട്ടീസിന് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. നേരെ മറിച്ച് കൃഷ്ണന്റെ അങ്ങനെയല്ല, അൺകോമൺ ഡാൻസിങ്.
കൃഷ്ണൻ ഭഗവാന്റെ 16,108 റാണിമാരുണ്ടായിരുന്നു. അത്രയും കൊട്ടാരങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം ഭഗവാൻ അവിടെ എക്സ്പാൻഡ് ചെയ്തു. എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, സ്ക്രിപ്റ്റേഴ്സിലുണ്ട് അതിനെ പറ്റിയിട്ട് പറയും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ശ്രീകൃഷ്ണൻ. ഇവിടെ എല്ലാവർക്കും അറിയില്ല. അങ്ങനെ സ്ക്രിപ്ചറിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, അതേപോലെ ലോചൻ ദാസ് ഠാക്കൂർ, വൃന്ദാവൻ ദാസ് ഠാക്കൂർ, അവരുടെ ചെറിയ ചെറിയ ഈ ഗ്രന്ഥങ്ങളിൽ മാത്രം അവരും ഇത് വെളിപ്പെടുത്തുന്നത് നമുക്ക് അറിയുന്നു. ഇല്ലെങ്കിൽ അത് അറിയില്ല, അല്ലേ? ഇത് രഘുനാഥ് ദാസ് ഠാക്കൂർ പറയുന്നു, അത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കേൾക്കുന്നു, അത് ഇവിടെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അറിയാൻ പാടില്ല. മറ്റേത് നോൺ ഫാക്റ്റ് ആണ് കൃഷ്ണ ഭഗവാന്റെ ഈ ലീലകളെല്ലാം. ഇത് വളരെ ലിമിറ്റഡ് ആയിട്ട് ആൾക്കാർ മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. അവർക്ക് മാത്രമേ ആ ദർശനം കിട്ടിയിട്ടുള്ളൂ. അതായത് ഭഗവാന്റെ എക്സ്പാൻഷൻ 7 ഗ്രൂപ്പിനും ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ലോർഡ് ശ്രീകൃഷ്ണ എക്സ്പാൻഡഡ് ഹിംസെൽഫ് ഇൻ ടു മെനി ഫോംസ് while engaged in the Rasalila dance, and he also expanded himself when he married 16,000 wives in Dwaraka. ഇപ്പൊ രാസലീല ഡാൻസില് ഭഗവാൻ ഓരോരുത്തരുടെ കൂടി പ്രത്യേകിച്ചുണ്ടായിരുന്നു. അവിടെ ഒരു ഭഗവാൻ അത്രയും എത്രയോ കോടിക്കണക്കിന് എക്സ്പാൻഷൻസ് ആണ്, ഒന്നും രണ്ടൊന്നല്ല. ഇവിടെ വളരെ ലിമിറ്റാണ്. 7 ഗ്രൂപ്പിലെ 7 ചൈതന്യ മഹാപ്രഭു. അവിടെ കോടിക്കണക്കിലാണ് ഗോപികമാര്. നമുക്ക് അത്രയും കണക്കില്ലാത്ത അത്രയും സംഖ്യയിലായിരുന്നു ഭഗവാന്റെ എക്സ്പാൻഷൻ രാസലീല. അതേപോലെ വിവാഹം കഴിച്ചപ്പോൾ 16,000 ചിലവണം റാണിമാരുണ്ടായിരുന്നു. പ്രിസൈസ്ലി പറയാം 60,108 ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. ദ സെയിം പ്രോസസ് വാസ് അഡോപ്റ്റഡ് ബൈ ശ്രീ ചൈതന്യ മഹാപ്രഭു when he explained himself into 7 forms to dance in each and every group of the Sankirtana party. അപ്പോൾ അദ്ദേഹം 7 പ്രാവശ്യം എക്സ്പാൻഡ് ചെയ്തു. ഈവൻ നമ്മൾ ഒരു മിസ്റ്റിക് യോഗിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഒരു മിസ്റ്റിക് യോഗി, അതായത് അഷ്ടസിദ്ധിയുള്ള യോഗി വര്യന്മാർക്കും ഈ ഒരു കഴിവുണ്ട്. പക്ഷെ അവരെന്താണ് പ്രശ്നം? അവർക്ക് ഒരേപോലുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, വ്യത്യസ്തമായിട്ടുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഭഗവാൻ അങ്ങനെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ഫോമിലും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, അതേ ഫോമിലും എക്സ്പാൻഡ് ചെയ്യും. വ്യത്യസ്തമായിട്ടുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്തത് ഏതാണ്? ഉദാഹരണം പറയും. ഇവിടെ എല്ലാം ഒരേ ഫോമിലാണ്. ദ്വാരകയിലൊക്കെ ഭഗവാൻ കൃഷ്ണൻ സെയിം ഫോമിലാണ്. ഗോപികമാർ എല്ലാ രാജകുമാരിമാരുടെ വീട്ടിലും ഏതാ ലീല? അതാണ്. ഏത് ലീലയിലാണ്? ഗോപികമാരിയും രാജകുമാരും പറഞ്ഞ് മനസ്സിലായില്ല. ഏത് ലീലയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഗോപികമാരോടൊപ്പം നൃത്തം ചെയ്യുമ്പോ അത് പിന്നെ സെയിം ഫോമിൽ ഭഗവാൻ കൃഷ്ണൻ എല്ലാവരോടൊപ്പം അങ്ങനെ സെയിം ഫോമിലാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ഫോമിലും ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യും. അത് ഏത് ലീലയാണ് നമുക്ക് കാണാൻ സാധിച്ചല്ല. ഓർമ്മ വരുന്നില്ല? രാജ്ഞിമാരെടുക്കൽ ചെന്നതാണോ പ്രഭു? അല്ല അല്ല അല്ല, ബ്രഹ്മവിമോഹൻ ലീല. ഭഗവാൻ കൃഷ്ണനല്ലേ എക്സ്പാൻഡ് ചെയ്തത്, പശുക്കളായിട്ടും കിടാങ്ങളായിട്ടും ഗോപന്മാരായിട്ടും, അല്ലേ? ശരി, അല്ലേ? അതുകൊണ്ട് അവരുടെ, അതായത് പശുക്കളുടെ ശരി, അവരുടെ അമ്മമാർക്കും എന്താ പറയുക, എല്ലാ എൽഡർലി പശുക്കൾക്കും, അവരെ ഗോപികമാർക്കും ഗോപന്മാർക്കും എൽഡർലി പേരൻസിനും തൻ്റെ മക്കളോട് കാണാത്ത ആ സ്നേഹം, തൻ്റെ മക്കളോടും സ്വന്തം മക്കളോടും കൂടി കാണിക്കാത്ത ആ സ്നേഹം ആരോട് തോന്നി ആ സമയത്ത്, ആ പെർട്ടിക്കുലർ ഒരു വർഷം അത്രയും കാരണം ആരാണ്? ഭഗവാനാണ് സ്വയം അവിടെ നിൽക്കുന്നത് വീട്ടില്. ഗോപന്മാരെയും പശുക്കളൊക്കെ ആര് കട്ടുകൊണ്ടുപോയി? ബ്രഹ്മാവ് കെട്ടുകൊണ്ടുപോയി ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കൂടുതലുള്ളത് മക്കളല്ല, അല്ലെ? ഈവൻ ഭഗവാൻ എന്താ പറയാ, കാട്ടിലേക്ക് അവിടേക്കും ബാക്കി പുറത്തുള്ള സ്ഥലത്തേക്കൊക്കെ കന്നുമയ്ക്കാൻ പോകുന്നു ബാലന്മാരുടെ കൂടെ. തിരിച്ചു വരുമ്പോ ഗോപികമാര്, എൽഡർലി ഗോപികമാര് ആരെയാണ് നോക്കുക? തന്റെ മക്കളെല്ലാം നോക്കുന്നത്. കൃഷ്ണൻ എവിടെയാണ് നോക്കുന്നത്? സ്വന്തം അമ്മമാരെ തന്റെ മക്കളെ, അന്ന മക്കളോട് ചോദിക്കുന്ന ചോദ്യം, ഞാൻ പ്രസാദം കൊടുത്തേച്ചിരുന്നു, അത് കൃഷ്ണന് കൊടുത്തുവോ? അവര് കഴിച്ചോ എന്നല്ല ചോദിക്കുന്നത്.
വൃന്ദാവനിലെ ഗോപിമാര് സ്വന്തം മക്കളോട് ചോദിക്കുന്നത്, ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ കഴിച്ചു പ്രസാദം, അതല്ല ചോദിക്കുന്നത്. ഞാൻ കൊടുക്കാൻ തന്നയച്ചിരുന്നത് കൃഷ്ണന് കൊടുത്തു എന്ന് കാണിച്ചാൽ എല്ലാവർക്കും അട്രാക്ഷൻ ആരോടാണ്? ഭഗവാൻ കൃഷ്ണനാണ്. കാരണം എന്താണ്? ദാറ്റ് ഈസ് എറ്റേണൽ റിലേഷൻഷിപ്പ്. അതാണ് ശാശ്വതമായിട്ടുള്ള ബന്ധം. അതിൽ നമുക്കും അത് തന്നെയാണ്. ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ അട്രാക്ഷൻ ആരോടായിരിക്കും? ഭഗവാനാണ്. മറ്റത് ടെമ്പററി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇത് ആ തലത്തിലേക്ക് ഉയർന്ന ആൾക്കാർക്കാണ്. അതാണ് ചില ആൾക്കാർ പറഞ്ഞാൽ, കണ്ണൻ പറഞ്ഞാൽ ജീവൻ അല്ലെ, മക്കള് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ ശരിക്കും ആ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഇതാണ്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലും അതേ രൂപത്തിലും ഭഗവാൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. യോഗി വരും. പ്രഭു അവരെല്ലാം ഇങ്ങനെ ആശിച്ചിട്ടുണ്ടെന്നല്ലേ പറയണ പണ്ട്, ഭഗവാനെ കണ്ടിട്ട് മക്കളായിട്ട് കിട്ടണമെന്ന് ഇങ്ങനെ. അല്ല, അങ്ങനെ ആശിച്ചിട്ടുണ്ടായിരിക്കാം. ഈവൻ അവരെ ഉള്ള ഋഷിചാരി ഗോപികന്മാരുണ്ട്. അതായത് രാമന്റെ അവതാര സമയത്ത് മറ്റേ ഋഷിവര്യന്മാര് അവര് ആഗ്രഹിച്ചിട്ടുണ്ട്. അവരാഗ്രഹിച്ചു, അവര് ഗോപികന്മാരായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ശ്രുതിചാരി ഗോപീസ് ഉണ്ട്, ഋഷിചാരി ഗോപീസ് ഉണ്ട്, ഒരുപാടുണ്ട്. അങ്ങനെ ആരൊക്കെ ആഗ്രഹിക്കുന്നു ഒരു ജന്മത്തിൽ, അല്ലെങ്കിൽ നമ്മളും ആഗ്രഹിച്ചു പോയാൽ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ നമുക്ക് കിട്ടും. അത് ആഗ്രഹം നമ്മളുടെ മനസ്സിലൊന്ന് വന്നാൽ ഒരു വിത്ത് പായാൽ മതി. അത് മുളച്ച് ചെടിയായി അത് ഫ്രൂട്ട്സ് തന്നേ എടുക്കുള്ളൂ. അത് പൂർത്തീകരിക്കാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഏതാ ആഗ്രഹിച്ചില്ല, അത് ഭൗതിക തലത്തിലുള്ള ആഗ്രഹമാണെങ്കിലും ശരി, ആധ്യാത്മിക തലത്തിലുള്ള ആഗ്രഹങ്ങളും ശരി. ഇവിടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ആഗ്രഹം സബലീകരിച്ചു തരും ഭഗവാൻ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു വിത്ത് പാവുന്നതിന് തുല്യമാണ്. എന്തായാലും ശരി, ഈവൻ ഭൗതിക ആഗ്രഹം ഏതെങ്കിലും ഒരു കാലത്ത് അത് സബലീകരിക്കും, ഐശ്വർ. കാരണം നമ്മൾ ആഗ്രഹിച്ചാൽ ഒരു വിത്ത് മുളയ്ക്കുന്ന പോലെ, ഒരു വിത്ത് പാവുന്ന പോലെയാണ്. പിന്നെ അതിന് വേണ്ടുന്ന വെള്ളം, വെളിച്ചവും മറ്റു വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് വളർന്ന് വലുതായി വൃക്ഷമായി ഫലം തരുന്നു. അതിൻ്റെ ഒരു സമയം താമസം മാത്രമേ ഉണ്ടാവൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതായത് യോഗിവര്യന്മാര്, മിസ്റ്റിക് പവറുള്ള ആൾക്കാർക്കും അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഇതിനുള്ള കഴിവില്ല. അതായത് വ്യത്യസ്തമായിട്ടുള്ള രൂപം എടുക്കാനുള്ള കഴിവില്ല. അതായത് സെയിം ഫോമിൽ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 9 തവണയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എവിടെ വായിച്ചും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. The same process was adopted by Sri Chaitanya Mahaprabhu when he expanded himself into 7 forms to dance in each and every group of the Sankirtana party. These expansions were appreciated by pure devotees, including King Prarabdrudra. Although for reasons of external formality, Sri Chaitanya Mahaprabhu refused to see King Prarabdrudra because he was a king. King Prarabdrudra became one of the Lord's most confidential associate devotees by the Lord's special mercy upon him. The king could see Sri Chaitanya Mahaprabhu simultaneously present in all 7 groups. അതുവരെ രാജാവും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള മീറ്റിംഗ് ഓഡിയൻസ് നടന്നിട്ടില്ല. ഓക്കെ, എങ്കിലും കൂടി ചൈതന്യ മഹാപ്രഭു രാജാവിനും അതിനുള്ള ആ ഒരു മേഴ്സി കൊടുത്തു. അതായത് ചൈതന്യ മഹാപ്രഭുവിന്റെ എക്സ്പാൻഷൻ 7 ഗ്രൂപ്പിലും കാണാനുള്ളത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു രാജാവിന് ഒരു ഓഡിയൻസ് ആദ്യം കൊടുക്കാത്തത്? അതിന്റെ കാരണം ഇവിടെ പറഞ്ഞു. ഒരു സോഷ്യൽ എറ്റിക്കേറ്റ്, ഒരു സന്യാസി എന്നുള്ള നിലയ്ക്ക് ഒരു രാജാവിനെ, ഒരു ധനികനെ അല്ലെങ്കിൽ സ്ത്രീകളെ കാണാനും അടുത്ത് ഇടപഴകാനും പാടില്ല. കാരണം അവരുടെ കോൺഷ്യസ്നെസ്സിനെ അത് ബാധിക്കാൻ പാടില്ല. വളരെ സ്ട്രിക്റ്റ് ടേംസിൽ സന്യാസി വര്യന്മാര് വളരെ ദൂരെ, അത്രയും സ്ട്രിക്റ്റ് ആയിരിക്കും അത്. കാരണം വെച്ചാൽ അവര് ലോക വ്യവഹാരത്തിൽ ഇടപെടുന്നില്ല. അവര് ആ ലോക വ്യവഹാരത്തിൽ ഏർപ്പെട്ടിട്ട് കണ്ടാമിനേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് എൻ്റെ കാര്യം. എനിക്കറിയാം, നമ്മുടെ ചില സന്യാസി വര്യന്മാര് ചില പർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ള ഫെയ്ത്തിൽ ഉള്ള അവരൊന്നും സ്ത്രീകളെ കാണും കൂടിയില്ല അടുത്തേക്ക്. അവരുണ്ടെങ്കിൽ ഡിസൈബിൾസിനും കൂടി ഫോളോവേഴ്സിനും കൂടി ദൂരത്തിനെ കാണും. അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ അവരെ അടുത്ത് പോയിട്ട് വന്നിക്കാനൊന്നും സമ്മതിക്കില്ല. ആ ഒരു സെക്ട് അങ്ങനെയാണ്. ബിക്കോസ് ദേ വാണ്ട് ടു ഫോളോ ദ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് സന്യാസം. അടുത്ത് പോകാനും സമ്മതിക്കില്ല, പോകാനും പറ്റില്ല. ഓക്കെ,
അവർക്ക് ഈവൻ പ്രസാദം ഓഫർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വൈഷ്ണവ സന്യാസിമാർ അങ്ങനെ അത്ര ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. എസ്പെഷ്യലി കലിയുഗത്തിൽ എല്ലാം ഒരു മിതമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ചില സന്യാസിമാർ വളരെ സ്ട്രിക്റ്റ് ആണ് ഇതിന്റെ കാര്യത്തിൽ. ശാസ്ത്രത്തിൽ പറഞ്ഞ അങ്ങനെ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ. So, as confirmed in Srimad Bhagavatam, one cannot see the expansion of the transcendental forms of the Lord unless one is pure devotee of the Lord. ഭഗവാന്റെ ശുദ്ധഭക്തൻ അല്ലെങ്കിൽ ഭഗവാന്റെ അങ്ങനത്തെ എക്സ്പാൻഷൻസും കാണാൻ പറ്റില്ല എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് 68. യേ മത മഹാപ്രഭു കര നിത്യരംഗേ ഭാസൈല സഭാലോക പ്രേമേര തരംഗേ. ഏ മത മഹാപ്രഭു കാരെ നൃത്യരംഗേ ബഹശൈല സഭാലോക പ്രമേര തരംഗേ. In this way, Sri Chaitanya Mahaprabhu danced in great jubilation and inundated all the people with waves of ecstatic love. അങ്ങനെ ചൈതന്യ മഹാപ്രഭു എല്ലാവരും ആനന്ദത്തില് ആറാടി എന്ന് പറഞ്ഞു. ഇനണ്ടേറ്റഡ് ecstatic love. Text 69. ये माता हैला कृष्णेरा रथारोहण तारा आगे प्रभु नैचैला भक्ति गण. हे माता हैला कृष्णेरा रथ आरोहण तरागे प्रभु नचिला भक्ता गण. Thus Lord Jagannatha mounted his car and Lord Sri Chaitanya Mahaprabhu inspired all his devotees to dance in front of it. അങ്ങനെ ജഗന്നാഥൻ രഥത്തിൽ കയറി അതിന്റെ യാത്ര ആരംഭമാണ്. അപ്പൊ എല്ലാവരും ആ രഥയാത്രയുടെ രഥത്തിന് മുമ്പിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ആകെ സുന ജഗന്നാഥേര ഗുണ്ടീച്ച ഗമന താര ആകെ പ്രഭു യാച്ചേ കരീല നർത്തന. आगे सुना जगन्नाथ तेरा गुंडीचा गमना तारयागे प्रभु अच्छा करीला नर्तना. Now please hear about Lord Chaitanya's going to the Gundicha temple while Sri Chaitanya Mahaprabhu danced before the Rathakar. അപ്പൊ ഇനി ജഗന്നാഥ് രഥയാത്രയുടെ എവിടേക്കാ പോകുന്നത്? ഗുണ്ടീച്ച ടെമ്പിൾ. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ ഗുണ്ടീച്ച മാർജനം ആ ചാപ്റ്റർ കഴിഞ്ഞല്ലോ. എല്ലാം റെഡിയാണ് ജഗന്നാഥിനെ റിസീവ് ചെയ്യാൻ. അവിടുത്തെ ആസനങ്ങളും ജഗന്നാഥ്, ബലദേവ്, സുന്ദരമായി, സുദർശൻ അവർക്കുള്ള ആസനങ്ങളെല്ലാം ഗുണ്ടീച്ച ടെമ്പിളെല്ലാം ക്ലീൻ ആക്കി ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇനി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ये माता कीर्तन प्रभु करीला कटाक्षण आपना उद्योगे न चैला भक्ता गण. हे माता कीर्तन प्रभु करीला कथक्षण अपना उद्योगे न चीला भक्ता गण. The Lord performed kirtana for some time and through his own endeavor inspired all the devotees to dance. ചൈതന്യ മഹാപ്രഭു സ്വയം ഒരുപാട് നേരം കീർത്തനം ചെയ്തു. അതേപോലെ മറ്റുള്ളവരെയും അവർക്കും പ്രചോദനം കൊടുത്തു കീർത്തനം ചെയ്യാനും ഡാൻസ് ചെയ്യാനും വേണ്ടി. ആപനി നാച്ചിതെ യാബേ പ്രഭു ബ്രഹ്മണ ഹൈലാം സാത സമ്പ്രദായ തബേ ഏകത്ര കരീല. अपनी नचिता याबे प्रभु रमना हैला सदा संप्रदाय ताबे एकत्र करीला. When the Lord himself wanted to dance, all 7 groups combined together. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ഡാൻസ് ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ 7 ഗ്രൂപ്പുകളും ഒരുമിച്ച് വന്നു എന്നാണ് പറയുന്നത്. ശ്രീവാസ രാമാലി രഘു ഗോവിന്ദ മുകുന്ദ ഹരിദാസ ഗോവിന്ദാനന്ദ മാധവ ഗോവിന്ദ. श्रीवास रमाई रघु गोविंद मुकुंद हरिदास गोविंदानंद माधव गोविंद. The Lord's devotees including Srivasa, Ramai, Raghu, Govinda, Mukunda, Haridasa, Govindananda, Madhava and Govinda all combined together. ഒരേ പേരുള്ള പല ഡിവോട്ടീസ് ഉണ്ട് ഇതിൽ. അതിന് ഗോവിന്ദ 2 പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഉദ്ദണ്ഡ നൃത്തേ പ്രഭുരയാബേ ഹൈലമന സ്വരൂപേരെ സംഗീതില ഏ നവജന. उद्दंड नृत्य प्रभु राया बिहैला माना स्वरूपेरा संगेतिला एनवा जना. When Sri Chaitanya Mahaprabhu decided to jump high while dancing, he placed these 9 people in the charge of Swarupa Damodara. ചൈതന്യ മഹാപ്രഭു വളരെ ഉയരത്തിൽ ചാടിയിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സ്വരൂപ് ദാമോദരുടെ കീഴില്, അതായത് അദ്ദേഹം നയിക്കുക, സ്വരൂപ് ദാമോദർ ലീഡ് ചെയ്യുക.
അങ്ങനെ കാണുന്നത് നമുക്കറിയാം. ചില കീർത്തൻ മേളയിലൊക്കെ ഡിവോട്ടീസ് ഭയങ്കരമായിട്ട് ചാടിയൊക്കെ ഡാൻസ് ചെയ്യുന്നത്. ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകളിൽ നിന്ന് അതല്ല. അങ്ങനെ ഓടിയിട്ട് ഡാൻസ് ചെയ്യും, ജമ്പ് ചെയ്ത് ഡാൻസ് ചെയ്യും. അപ്പൊ അത് പതുക്കെ മാറി കൊടുക്കാൻ നല്ലത്. ചില ആൾക്കാർ എക്സ്റ്റസിയിൽ എന്താ ചെയ്യുന്ന അറിയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യും അല്ലേ. ഞാൻ എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു ഇതുണ്ട്, ഒരു അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. ബോംബെയിൽ എനിക്ക് തോന്നുന്നത് ബോംബെയിൽ നടന്ന ഈ ടെമ്പിൾ, ചിലപ്പോൾ ഗോപിനാഥ് ടെമ്പിൾ അറിയില്ല. ഭക്തിതത്വ സ്വാമി മഹാരാജ്, നമ്മുടെ ഗുരു മഹാരാജ്, അതേപോലെ ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജ്, പിന്നെ ശിവരാമസ്വാമി മഹാരാജ്, ഭക്തി ബൃംഗസ്വാമി മഹാരാജ്, അങ്ങനെ എല്ലാം പ്രഭുപാദരെ എക്സ്ട്രോൾട്ടഡ് ഡിസൈപ്പിൾസ്, ഡിവോട്ടീസ് ഉള്ളൊരു ഇതുണ്ടായിരുന്നു കീർത്തൻ പ്രോഗ്രാം. അതിൽ അവർ ഡാൻസ് ചെയ്യുന്നത് എത്ര മണിക്കൂറായിട്ട് ഡാൻസ് ചെയ്യുന്ന അറിയും. വളരെ എക്സ്റ്റാറ്റിക് കീർത്തനായിരുന്നു, നല്ല രസമുണ്ട്. രാമസ്വാമി മഹാരാജ് എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ പഴയ ഇതാണ്, നമ്മുടെ ഇതിൽ യൂട്യൂബിൽ ഉണ്ടായിരിക്കും. നല്ല രസം കാണാൻ. ഹേ ദാസജന പ്രഭുര സംഘേ ഗായാധായ ആരാസഭ സമ്പ്രദായ ചാരീദിക്കെ ഗായ. दास जना प्रभुर संगे गया दया आरा सब संप्रदाय चारिदिके गया. These devotees, Swarup Damodar and the devotees in his charge, sang along with the Lord, and they also ran beside him. All the other groups of men also sang. Okay. ഇപ്പൊ സ്വരൂപ ദാമോദരനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള പറഞ്ഞ എല്ലാ ഡിവോട്ടീസും ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ പാടുകയും അതേപോലെ നൃത്തം ചവിട്ടുകയും ചെയ്തു ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ. ദണ്ഡവത്കരി പ്രഭു യുതി ദുയി ഹാതാം ഊർധ്വമുഖേ സ്ഥൂലികരെ ദേഖി ജഗന്നാഥ. दंडवत्करी प्रभु युधि दुहि आता ऊर्ध्वमुखे स्तुति करे देखी जगन्नाथा. Offering obeisance to the Lord with folded hands, Sri Chaitanya Mahaprabhu raised his face toward Jagannatha and prayed. ശരണ്യ മാതാജിയുടെ ചോദ്യത്തിന്റെ ആൻസർ ഇതിലുണ്ട്. ദണ്ഡവത്കരി പ്രഭു യുതി ദുയി ഹാത ഊർധ്വമുഖേ സ്തുതി കരെ ദേഖി ജഗന്നാഥ എന്നാണ് അതിനവിടെ അർത്ഥം, മീനിങ് കൊടുത്തിരിക്കുന്നത്. ഓഫറിംഗ് ഒബേസൻസസ് ടു ദ ലോർഡ് വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. ഓക്കെ, ഇത് ഗാർഗി മാതാജിക്ക് അയച്ചു കൊടുക്കും. ആരാ പറഞ്ഞ അവർക്ക്. ഇതിന്റെ എന്താണ് അർത്ഥം? പ്രഭുപാദ എന്താണ് ചെയ്തത്? ആ സമയത്ത് ദണ്ഡവത് ചെയ്തു അവിടെ? ഈ ഡാൻസിന്റെ സമയത്ത് എല്ലാവരും പ്രോസ്റ്റേറ്റഡ് ഒബേസൻസ് ചെയ്തോ? ഇല്ലല്ലോ, ചെയ്തിട്ടില്ല. അത് ലിറ്ററൽ മീനിങ് എടുക്കാൻ പാടില്ല. അതായത് നമ്മള് ഫോൾഡഡ് ഹാൻഡ്സ് കൊണ്ടും ദണ്ഡവത് ചെയ്യാം. അവരവിടെ ചെയ്തിട്ടില്ല. ഓഫറിംഗ് ഒബേസൻസ് ടു ദ ലോർഡ് വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്, അതാണ് ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തില് പ്രണാമം ചെയ്തു എന്നർത്ഥമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ദണ്ഡവത്ത് പറഞ്ഞ എന്താ പറഞ്ഞ അത് പറയുമ്പോ പറയുന്നു മാത്രം. പക്ഷെ ലിറ്ററലി നമ്മളത് മീൻ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നില്ല. പറയുമ്പോ കുഴപ്പമില്ല. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഫോൾഡഡ് ഹാൻഡ്സ് കൊണ്ട് ഞങ്ങള് പ്രണാമം ചെയ്തു പറഞ്ഞാ പറയാം. എന്തുകൊണ്ടാണ് അവിടെ ദണ്ഡവത്ത് ഉപയോഗിച്ചത് അല്ലേ? വേണമെങ്കിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് തെറ്റ് പറ്റുമോ? ഇല്ല, തെറ്റ് പറ്റിയിട്ടില്ല. പറഞ്ഞ രണ്ട് കൈയും കൂപ്പിയിട്ട് നമസ്കാരം ചെയ്തു പറഞ്ഞ പോലെ. എന്തിനാ ദണ്ഡവത്ത് അവിടെ ഉപയോഗിച്ചത്? അതെ, ഇന്ന് മാതാജി ചോദിച്ചു, ഇന്ന് അതിന്റെ ആൻസർ കിട്ടി. ഭഗവാന്റെ ഇത് നോക്കൂ അല്ലെ? അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഇന്ന് തന്നെ അത് വരണമെന്നുണ്ടോ? അതാ നിമിത്തം എന്ന് പറയണ അതിനാ മറ്റുള്ള ഡിവോട്ടീസിന് വേണ്ടിയിട്ടാണ്. അതായത് മാതാജി ക്ലാസ് തുടങ്ങുന്നതിന് ഒരു ചോദ്യം ചോദിച്ചു. അതായത് സ്ത്രീകൾ ദണ്ഡവത് പ്രണാം പറയാറുണ്ട്, അത് ശരിയാണോ? കാരണം വെച്ചാൽ പഞ്ചാംഗ പ്രണാമം അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ലിറ്ററൽ മീനിങ് എടുക്കാൻ പാടില്ല. ദണ്ഡവത്ത് നമ്മളൊരു സാധാരണ ഒരു ടേം, ഒരു യൂസേജ് എടുക്കാറുണ്ട്. നമ്മൾ അത് ചെയ്യുന്നില്ലല്ലോ. അതായത് നമസ്കാരം പ്രണാമം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് ഉദ്ദേശിക്കുന്നു. അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ദണ്ഡവത്ത് ചെയ്യാറില്ല, പഞ്ചാംഗ പ്രണാമം ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റാണ്.
അല്ല, നമ്മൾ ദണ്ഡവത്ത് പറഞ്ഞാൽ അതായത് നമസ്കാരം ചെയ്യുന്നു. ഇവിടെ അതിന്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത്, ഓഫറിംഗ് ഒബേസൻസ് ടു ദി ലോർഡ് വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്താ? ദണ്ഡവത്ത്. ദണ്ഡവത്ത് എന്താണ്? സാഷ്ടാംഗ നമസ്കാരം. അത് യൂസ് ചെയ്താലും ഇവിടെ എന്താണ് ട്രാൻസ്ലേഷൻ പ്രഭുപാദ കൊടുത്തത്? ഓഫറിംഗ് ഒബേസൻ ടു ദി ലോർഡ് വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞാലും കൂടി അത് ചെയ്യുന്നില്ല. ലിറ്ററൽ മീനിങ് എടുക്കരുത്. ഇപ്പൊ വളരെ ക്ലിയർ ആയില്ലേ? അതെ അതെ, ശരി. അപ്പൊ ഭഗവാൻ അത് കാണിച്ചു തന്നു. ക്ലിയർ ചെയ്ത് തന്നാണ്. Offering obeisance to the Lord with folded hands, Sri Chaitanya Mahaprabhu raised his face toward Jagannatha and prayed as follows. Namo Brahmanya Devaya Go Brahmana Hidaya Cha Jagadhitaya Krishnaya Govindaya Namo Namaha. नमो ब्राह्मण्य देवाय गो ब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः. Let me offer my respectful obeisance unto Lord Krishna, who is the worshipable deity for all Brahminical men, who is the well-wisher of cows and Brahmanas, and who is always benefiting the whole world. I offer my repeated obeisances to the personality of Godhead known as Krishna and Govinda. Okay. ഇത് ആര് രചിച്ചതാണത്? ഈ ശ്ലോകം ആര് രചിച്ചാണ്? ആര്? രൂപ ഗോസ്വാമി. നമോ ബ്രാഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ. നമോ ബ്രാഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗതിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ. വിഷ്ണു പുരാണത്തിലാണ്. ആക്ച്വലി ദിസ് ഈസ് എ കൊട്ടേഷൻ ഫ്രം വിഷ്ണു പുരാണ. പക്ഷെ നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിനെ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപ ഗോസ്വാമി ഇത് ഈ ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി വിഷ്ണു പുരാണത്തിലാണ്. അപ്പോൾ ബ്രാഹ്മണന്മാര് ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നത്? കൃഷ്ണ. ഒബേസൻസസ് ടു കൃഷ്ണ. എന്തുകൊണ്ടാണ്? ഹി ഈസ് ഡിയർ ടു കൗസ് ആൻഡ് ബ്രാഹ്മണാസ്. ഗോ ബ്രാഹ്മണ്യ ദേവായ. അതുകൊണ്ടാണ് ഹു ഈസ് ഓൾവേസ് ബെനിഫിറ്റിംഗ്. അവർ പശുക്കളും ബ്രാഹ്മണന്മാരും എല്ലാവരെയും അവർക്ക് നന്മ വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഐ ഓഫർ മൈ റിപ്പീറ്റഡ് ഒബേസൻസസ് ടു ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് നോൺ ആസ് കൃഷ്ണ ആൻഡ് ഗോവിന്ദ. സോ ഇറ്റ്സ് എ വിഷ്ണു പുരാണത്തിൻ്റെ ശ്ലോകങ്ങളാണ്. ജയതി ജയതി ദേവോ ദേവകീ നന്ദനൗസോ ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശ പ്രദീപ ജയതി ജയതി മേഘ ശ്യാമള കോമളാംഗോ ജയതി ജയതി പൃഥ്വി ഭാരനാശോ മുകുന്ദ. ഇതെവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? ഇതേതല്ല കുലശേഖർ ആൾവാർ. ഓക്കെ. ആൾ ഗ്ലോറീസ്. ജയതി ജയതി ദേവോ ജയതി ജയതി ദേവോ ദേവകീ നന്ദനോസു ജയതി ജയതി അതിന് നന്ദനോയം എന്നാണ് നമ്മുടെ ഉള്ളത്. ഇവിടെ നന്ദനോത്സവം എന്നാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, വായിച്ചോളൂ. ജയതി 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 മേഘ ശ്യാമള കോമളാംഗോ ജയതി ജയതി പൃഥ്വി ഭാരനാശോ മുകുന്ദ. മുകുന്ദമാലയിലെ രണ്ടാമത്തെ ശ്ലോകമാണോ? രണ്ടാമത്തെ അല്ലേ? So all glory is to the Supreme Personality of Godhead, who is known as the son of Devaki. All glory is like Jayadi, Jayadi, Jai, Jai, Jayamuchopada Paramsa Prabhujakacharya. Le, Angane, number glories, all glories. Arana, who is the son of Devaki. All glories to the Supreme Personality of Godhead, who is known as the light of the dynasty of Vrishni. Vrishni Amshatrana, Bhagwan Janichirikanad. Okay. Yadu Amshatinde, a lineage വന്നിട്ടുള്ള ഒരു സെയിൻലി പേഴ്സണാലിറ്റി വൃഷ്ണി. അതുകൊണ്ടാണ് വൃഷ്ണി വംശം എന്നും. അപ്പോൾ യദു വംശം എന്ന് പറഞ്ഞാലും വൃഷ്ണി വംശം എന്ന് പറഞ്ഞാലും സെയിം ആണ്. സെയിം ലീനിയേജ് തന്നെ വൃഷ്ണി. ദേവാമിഥ പറഞ്ഞിട്ടുള്ള ആ ഒരു നന്ദ മഹാരാജന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് വരും. അവരും അതിനൊക്കെ വൃഷ്ണി വംശത്തിലാണ്, സെയിം ലീനിയേജിനാണ്. സോ ഓൾ ഗ്ലോറി ഈസ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, whose bodily luster is like that of a new cloud, and whose body is as soft as a lotus flower. Bodily color sham, le, make sham.
അതായത് ന്യൂലി ഫോംഡ് ക്ലൗഡ്, ഡാർക്ക് ഇൻ കോംപ്ലക്ഷൻ, ഡാർക്ക് ഇൻ കളർ, ആൻഡ് സോഫ്റ്റ്നെസ്സോ ഭഗവാന്റെ ലോട്ടസ് ഫ്ലവർ പോലെ. All glory is the Supreme Personality of Godhead who appeared on this planet to deliver the word from the burden of demons. Okay. അപ്പൊ എന്താണ് ഇവിടെ? ജയതി ജയതി പൃഥ്വി ഭാരനാശം. എന്തിനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നത്? Who appeared on this planet to deliver the world from the burdens of demons. Okay. ഭൂമിക്ക് ഭാരമായപ്പോ എങ്ങനെ അസുരന്മാരുടെ രാജ്യഭരണം വന്നപ്പോ അവര് ബ്രാഹ്മണന്മാരെ യജ്ഞത്തിനൊന്നും സമ്മതിക്കുന്നില്ല. ബ്രാഹ്മണന്മാരെയും പശുക്കളെയും എല്ലാം കൊന്നുകൊടുക്കുകയാണ്, യജ്ഞശാലകളെല്ലാം കത്തിക്കുകയാണ് അല്ലെ. അപ്പോ അതുകൊണ്ട് ഭൂമിക്ക് ഭാരമായി. അപ്പൊ അതിനെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചു. ആൻഡ് ഹു ക്യാൻ ഓഫർ ലിബറേഷൻ ടു എവരി വൺ. അതാണ്. അപ്പൊ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മുകുന്ദമാലയത്തെ സ്തോത്രം എടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ശ്രീല പ്രഭുപാദര് കുറേ പ്രാവശ്യം മുകുന്ദമാലയെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലത്തെ ശ്ലോകങ്ങൾ, എസ്പെഷ്യലി ഒരു ശ്ലോകം, വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകം മുകുന്ദമാലയിൽ നിന്ന് എടുത്ത് കോട്ട് ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റും ഏതാണെന്ന്? ഒരു ശ്ലോകം എപ്പോഴും കോട്ട് ചെയ്യും. അതായത് പ്രഭുപാദയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ശ്ലോകമാണ് ഇത്. 33ാമത്തെ ശ്ലോകമാണ്. കൃഷ്ണ ത്വദീയ പദ പങ്കജ പഞ്ചഹാന്തം അദ്വൈവമേ വിശതു മാനസരാജഹംസ പ്രാണപ്രയാണ സമയേക ഭവാത പിത്തേ കണ്ഠാവരോധന വിധോ സ്മരണം കുതസ്തേ. ആ ശ്ലോകം ഇടയ്ക്ക് കോട്ടി. പ്രഭുപാദ ഞാൻ പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞ പോലെ 53 ശ്ലോകങ്ങളുണ്ട് മുകുന്ദമാലയില്. അതില് 6 ശ്ലോകങ്ങൾ മാത്രമേ പ്രഭുപാദ ട്രാൻസ്ലേറ്റ് ചെയ്തുള്ളൂ. കാരണം സമയം ഉണ്ടായിരുന്നില്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. അതുകൊണ്ട് നിർത്തി. ബാക്കിയുള്ള ശ്ലോകങ്ങൾ മുഴുവൻ പ്രഭുപാദയുടെ ഡിസൈപ്പിൾസ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ബ്യൂട്ടിഫുൾ ആയി ചെയ്തിട്ടുണ്ട്. വളരെ നല്ല. പ്രഭുപാദ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ്. വളരെ ചെറുതാണെങ്കിലും കൂടിയിട്ട് ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, വളരെ നന്നായി ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ് മുകുന്ദമാല. സോ ദിസ് ഈസ് എ വേഴ്സ് ഫ്രം മുകുന്ദമാല 2. ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവര പരിഷത്സ്വേർദോർഭിരസ്യം അധർമ്മം സ്ഥിരചരജിവൃജിനഘന സുഷ്മിത ശ്രീമുഖേന വ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം. ജയതിജാനനിവാസോ ദേവകീ ജന്മവാദോ യദുവര പരിഷത് സ്വർദ്ധോഭിരസ്യാനതരം സ്ഥിരചരവൃജനഗണാ സുസ്മിത ശ്രീമുഖേന വ്രജപുരവനിതാനാം വർദ്ധയാൻ കാമദേവം. ശ്രീമദ് ഭാഗവത് എന്നുള്ള ശ്ലോകമാണ്. ലോർഡ് ശ്രീകൃഷ്ണ ഈസ് ഹി ഹു ഈസ് നോൺ ആസ് ജനനിവാസ. എന്താണ് ഭഗവാനെ അറിയുന്നത്? ജനനിവാസ, അൾട്ടിമേറ്റ് റിസോർട്ട് ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്. അതായത് ആരാണ് ഭഗവാന്റെ വാസസ്ഥലം ഒരുക്കി കൊടുക്കുന്നത്? ആരാണ് മനുഷ്യർക്ക് വാസസ്ഥലം ഒരുക്കി കൊടുക്കുന്നത്? ആരാണ് മനുഷ്യരെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഭഗവാൻ അല്ലേ. അതാണ് ജനനിവാസ. നമ്മളിപ്പോൾ ഉള്ളവർക്ക് ഈ സ്ഥലം ഉണ്ടാക്കി തരുന്നത് ആരാണ്? ഭഗവാൻ. ഭഗവാൻ ആക്ച്വലി ഈ പ്രപഞ്ചം, ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മളിവിടെ ജീവിക്കുന്നത്? അതിന്റെ അർത്ഥം ഭഗവാന്റെ ആഗ്രഹപ്രകാരമല്ല ഈ ഭൗതിക ലോകം. ഭൗതിക ലോകം സൃഷ്ടിച്ചത് നമ്മളുടെ ആഗ്രഹം കൊണ്ടാണ്. നമ്മളുടെ ആഗ്രഹം സബലീകരിച്ച് തരാൻ വേണ്ടി, പൂർത്തീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എന്താണ് കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്തുകൊണ്ടാണ് ഭൗതിക ലോകം ഉണ്ടാക്കിയത്? കാരണം നമ്മൾ ആഗ്രഹിച്ചു ഭഗവാൻ നിന്ന് മാറിയിട്ട് ഞാൻ ഒരു മാസ്റ്റർ ആവണം, ഞാനൊരു എൻജോയർ ആവണം, ഞാനൊന്നിനെ എല്ലാറ്റിനെയും കൺട്രോൾ ചെയ്യണം, എൻ്റെ അധീനത്തിൽ വരണം. ഓക്കെ, എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് മാസ്റ്റർഷിപ്പ് കിട്ടണം,
എനിക്ക് പ്രൊപ്പറേറ്റർഷിപ്പ് കിട്ടണം. അങ്ങനെ ഞാനും ഭഗവാനെ പോലെ ആസ്വദിക്കണം, ഭഗവാനെ പോലെ കൺട്രോളർ ആവണം, പ്രൊപ്പറേറ്റർ ആവണം, മാസ്റ്റർ ആവണം എന്നുള്ള ആഗ്രഹം ജനിച്ചപ്പോൾ ഭഗവാൻ വളരെ മെർസിഫുൾ ആയതുകൊണ്ട്, വളരെ കമ്പേഷനായിട്ട് ആയതുകൊണ്ട് മക്കളായ നമുക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാണ് ഈ ഭൗതിക ലോകം. ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല, ഭഗവാൻ ആഗ്രഹിച്ചിട്ടുമില്ല തന്റെ മക്കള് ഭഗവാനിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് വേറെ പോയിട്ട് താമസിക്കണമെന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചപ്പോൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നു. എങ്ങനെ നമ്മുടെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അച്ഛനമ്മമാരെ പുറമെ, അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നില്ല വീട് വിട്ടിട്ട് എവിടെയും പുറത്തു പോകാൻ. അവരുടെ ആഗ്രഹം അതാണെങ്കിൽ ഓക്കെ, നിങ്ങളൊക്കെ കളിച്ചപ്പോ സമുദ്രതീരത്ത് പോയിട്ട് മണലില് വലിയൊരു കാസിലൊക്കെ ഉണ്ടാക്കി, വലിയ വീടൊക്കെ ഉണ്ടാക്കി, കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ട് എൻ്റെത് വീടാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, ആ ഒരു ഫീലിംഗ് ഞാനാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെ ഒരു ആഗ്രഹം കുട്ടികൾക്ക് ഉണ്ടാവാറില്ലേ? അപ്പൊ നമ്മള് മണ്ണിൽ കളിക്കാൻ അതിന് അവസരം കൊടുക്കുന്നു, സമ്മതിച്ചു കൊടുക്കുന്നു. കാരണം കുട്ടിയുടെ ആഗ്രഹം അതാണ്. എനിക്ക് നല്ലൊരു കൊട്ടാരം ഉണ്ടാക്കണം, അതായത് മണ്ണുകൊണ്ട് വലിയ കൊട്ടാരമൊക്കെ അതൊക്കെ മണ്ണൊക്കെ ആ മണലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല വീടൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ അത് അവനവൻ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്തിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ അവനവൻ ഡിസ്ട്രോയ് ചെയ്തില്ലെങ്കിൽ സമുദ്രം വന്ന് അതിനെ ഡിസ്ട്രോയ് ചെയ്യും. അതേപോലെ നമുക്ക് കളിക്കാനുള്ളൊരു സ്ഥലം ഒരുക്കി തന്നിരിക്കുകയാണ്. ആ കളി കുറച്ച് കൂടിപ്പോയി എന്ന് മാത്രം. കളിച്ച് കളിച്ച് കാര്യമായി പോയി, മറന്നു നമ്മൾ ഭഗവാനെ. അങ്ങനെ ഇവിടെ ജന്മാന്തരമായിട്ട് ഇവിടെ താമസം ഉറപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇവിടെ മാത്രം ദുഃഖവും സുഖവും ഉള്ളത്. ആധ്യാത്മികതയിൽ അതില്ല. ഇവിടെ മാത്രമേ നമുക്ക് രണ്ടും. ഇവിടെ സുഖമുണ്ട്. എന്താ സുഖം? ഞാൻ മാസ്റ്ററാണ്, ഞാൻ പ്രൊപ്പറേറ്ററാണ്, ഞാൻ കൺട്രോൾ, ഞാൻ CEO ആണ്, ഞാൻ കമ്പനിയുടെ ഉടമസ്ഥനാണ്, എനിക്ക് കുറെ ധനമുണ്ട്, എനിക്ക് കുറെ ആൾക്കാരുണ്ട്, എനിക്ക് കുറെ കഴിവുകളുണ്ട്, ബുദ്ധിയുണ്ട്, ടാലന്റ് ഉണ്ട്. പക്ഷെ ഇത് നശ്വരമാണെന്ന് മനസ്സിലാക്കുന്നില്ല, ടെമ്പററി ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ഫീലിംഗ് എല്ലാവർക്കും ആഗ്രഹം വന്നപ്പോ ഭഗവാൻ എന്ത് പറഞ്ഞു? തഥാസ്തു, സോ ബി ഇറ്റ്. അങ്ങനെ നമ്മളുടെ ആവശ്യപ്രകാരം, നമ്മളുടെ ആഗ്രഹപ്രകാരം ഈ മെറ്റീരിയൽ ഉണ്ടാക്കി തരണം. ഭഗവാൻ അതിന്റെ ആവശ്യമില്ല, ഭഗവാൻ കളിക്കാൻ ആധ്യാത്മികം. അതുകൊണ്ട് ഇവിടെ മാത്രം ദുഃഖവും സുഖവും. എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാക്കിയത് ഇവിടെ? പർപ്പസ്ലി. എന്നാൽ മാത്രമേ നമ്മള് പെർമനന്റ് ആയിട്ടുള്ള സുഖത്തിനെ പറ്റിയിട്ട് അന്വേഷിക്കുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ മറികടക്കാം. അപ്പൊ അങ്ങനെ ഒരു പരിസ്ഥിതി വന്നാലാണ് നമ്മൾ തിരിച്ചിട്ട് ദുഃഖമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുള്ളൂ. എവിടെയാണ് ദുഃഖമില്ലാത്ത സ്ഥലം? വൈകുണ്ഠം. ഇവിടെ കുണ്ഠിതമില്ലാത്തത്, കുണ്ഠമില്ലാത്ത സ്ഥലം. അപ്പൊ അവിടെ എന്താണ്? ദുഃഖമല്ല, ആനന്ദാമുതി വർധനം. അവിടെ ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ആദ്യം മനസ്സിലാക്കിയില്ലേ? തെറ്റ് ഒരു പ്രാവശ്യം എല്ലാവർക്കും പറ്റും അല്ലേ? അതായത് ഭഗവാനെ പോലെ എനിക്കും ആവണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വന്നപ്പോഴാണ് നമ്മളെല്ലാം അങ്ങോട്ട് വന്നത്. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അതിൻ്റെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി തന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇന്നും തന്നെ അല്ല തുടങ്ങിയത്, കുറെ കാലമായിട്ട് തുടങ്ങി. അപ്പൊ അത് മനസ്സിലാക്കാൻ കുറേ സമയം എടുക്കും, കുറേ ജന്മങ്ങളെടുത്തു. മനസ്സിലാക്കിയാലും നമ്മൾ അത് പ്രകാരം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മള് അതിനോട് അഡിക്ഷൻ വന്നു നമുക്ക്. ഇപ്പൊ നമുക്ക് സത്യാവസ്ഥ അറിയാം, പക്ഷെ എങ്കിലും കൂടി അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ എന്നുള്ള അതിൽ തന്നെ എപ്പോഴും നമ്മള്, ഇത് എൻ്റെ വീട്, ഇത് എൻ്റെ സ്വത്ത്, ഇത് എൻ്റെ നാട്, ഇത് എൻ്റെ ആൾക്കാര്, എൻ്റെ പണം. യെസ്, എല്ലാം നമ്മുടെ തന്നെ. പക്ഷെ എന്താ? കുറച്ച് കാലത്തേക്ക് മാത്രം, ശാശ്വതമായിട്ട് നമുക്കില്ല. അത് വിട്ടുപോകുമ്പോ, നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോ, നമ്മളുടെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമ്പോ, നമ്മുടെ ബന്ധുജനങ്ങൾ വിട്ടുപോകുമ്പോ, മിത്രങ്ങൾ വിട്ടുപോകുമ്പോ, നമ്മളുടെ ശക്തി വിട്ടുപോകുമ്പോ നമുക്ക് ദുഃഖം വരും. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആ ദുഃഖം, അതിന്റെ തീവ്രത കൂടുന്തോറും നമുക്ക് ഡിറ്റാച്ച്മെന്റ് വരണം. ഈ ഭൗതിക, കാരണം ടെമ്പററി ആയിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും നമ്മളെ ശാശ്വതമായിട്ട് സുഖം തരില്ല, നമുക്ക് ശാശ്വതമായിട്ടുള്ള സുഖം തരില്ല എന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ചിട്ട് ഗുരു സാധു ശാസ്ത്രപ്രകാരം നമ്മൾ ജീവിക്കും. അപ്പൊ മാത്രമേ ഇവിടുന്ന് ഡെലിവറൻസ് അല്ലെങ്കിൽ ഉദ്ധാരണം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഈ ലോർഡ് ശ്രീകൃഷ്ണ ഈസ് ഹി ഹു ഈസ് നോൺ ആസ് ജനനിവാസ. അതായത് ജനങ്ങൾക്ക്, തൻ്റെ മക്കൾക്ക് നിവാസ സ്ഥലം ഒരുക്കിയത് ആരാണ്? ലോർഡ് ശ്രീകൃഷ്ണ.
ദ അൾട്ടിമേറ്റ് റിസോർട്ട് ഓഫ് ഓൾ ലിവിംഗ് യൂണിറ്റീസ്. അൾട്ടിമേറ്റ് പരമമായിട്ടുള്ള ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കുകയാണ്. ഭഗവാൻ ആ റിസോർട്ട്. നമുക്ക് അഭയം തരുന്നത് പെർമനന്റ് ആയിട്ട് എറ്റേണൽ ആയിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ഭഗവാൻ. ബാക്കി നമുക്ക് ടെമ്പററി ആയിട്ട് ആശയം തരും. ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കും, മക്കള് അച്ഛനും, മക്കൾക്കും, പിന്നെ രാഷ്ട്രം, സിറ്റിസൺസിനും ഇവർക്കൊക്കെ ആശ്രയം കൊടുക്കും. ഓക്കെ, ആനുകൂല്യങ്ങൾ കൊടുക്കും. അതൊക്കെ ടെമ്പററി ആണെന്ന് നമ്മൾ മറക്കുകയാണ്. അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള റിസോർട്ട്, പെർമനന്റ് ആയിട്ടുള്ള ആ ഒരു ആശ്രയം തരുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്താണ്? ഹി വാസ് ആൾസോ നോൺ ആസ് ദേവകി നന്ദന, യശോദ നന്ദന. എന്റെ ഭൗതിക ലോകത്തിൽ വരുമ്പോ ഭഗവാൻ അച്ഛനമ്മമാരുണ്ട്, അവരുടെ പേരാണ്. ദേവകി നന്ദന, ദേവകിയുടെ മകൻ, യശോനന്ദന്, യശോനന്ദന. പക്ഷെ പെർമനന്റ് ആയിട്ട് എറ്റേണൽ ആയിട്ട് ഭഗവാനും അച്ഛനും അമ്മയുണ്ട്. ആ എറ്റേണൽ ആയിട്ടുള്ള അച്ഛനമ്മമാരാണ് ആരാണ്? ഭഗവാന് ആരാണ്? ഭഗവാന്റെ എറ്റേണൽ പാരന്റ്സ് ആരാണ്? ആരാണ് എറ്റേണൽ പാരന്റ്സ്? ആരാണ് ഭഗവാന്റെ? അറിയില്ല. യശോദയും നന്ദമഹാരാജും. ഈവൻ ആധ്യാത്മിക ലോകത്ത് അവരുടെ ഭഗവാന്റെ അച്ഛനമ്മമായിട്ട് എപ്പോഴും യശോദ. ആ പോസ്റ്റ് ഒന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് യശോദ ആവാൻ പറ്റില്ല, നന്ദമഹാരാജ് ആവാൻ പറ്റില്ല. ദേവകി വസുദേവര് ടെമ്പററി ആണ്. അവരുടെ ആ ഒരു തപസ് കാരണം, അവരുടെ ആഗ്രഹം കാരണം വരുന്നു. അത്രയും അവർ പ്യൂർ ഡിവോട്ടീസ് ആണ്. പക്ഷെ യശോദ നന്ദനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ചില പോസ്റ്റ് ഒന്നും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അത് പോസ്റ്റ് അല്ല, ശരിക്കുള്ളതാണ്. അപ്പൊ യശോദ സൺ ഓഫ് ദേവകി ആൻഡ് യശോദ. ഹി ഈസ് എ ഗൈഡ് as well. He is the guide of Yadu dynasty, and with his mighty arms he kills everything inauspicious. ഭഗവാൻ തന്റെ ശക്തി കൊണ്ട് അമംഗളമായിട്ടതെല്ലാം നശിപ്പിക്കും. ആസ് വെൽ ആസ് എവറി മാൻ ഹു ഇസ് ഇംപയസ്. അല്ലെ? എന്താണ്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ദുഷ്കൃതന്മാരായിട്ടുള്ള എല്ലാവരെയും നശിപ്പിക്കും. By his presence he destroys all things inauspicious for all living entities, moving and inert. അപ്പൊ അദ്ദേഹത്തിന്റെ വെരി പ്രസൻസ്, സാന്നിധ്യം തന്നെ അമംഗളമായിട്ടുള്ള ആൾക്കാരെയും, അമംഗളമായിട്ടുള്ള സമയത്തിനെയും, അമംഗളമായിട്ടുള്ള വസ്തുക്കളെയും എല്ലാം നശിപ്പിക്കും. വെരി പ്രസൻസ്. അപ്പൊ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ മായ ഉണ്ടായിരിക്കില്ല. എവിടെ സൂര്യനുണ്ടോ അവിടെ അന്ധകാരം ഉണ്ടായിരിക്കില്ല. എവിടെ അറിവുണ്ടോ അവിടെ അജ്ഞത ഉണ്ടായിരിക്കില്ല. അതേപോലെ ദ വെരി പ്രസൻസ് ഓഫ് ഭഗവാൻ കൃഷ്ണ ഡിസ്ട്രോയ്സ് ഓൾ ഇൻഓസ്പീഷ്യസ്നെസ്, അമംഗളമായിട്ടുള്ളതെല്ലാം. മൂവിങ് ആൻഡ് ഇനേർട്ട് എന്നാ പറയുന്നത്. ചരാചരങ്ങൾ, ഹിസ് ചരാചരങ്ങൾ മാത്രമല്ല ജഡമായിട്ടുള്ള ആളും. ഇനേർട്ട് പറഞ്ഞ ജഡം, ലിവിങ് ഫോഴ്സ് ഇല്ലാത്തത്. ഹിസ് ബ്ലിസ്ഫുൾ സ്മൈലിംഗ് ഫേസ് ഓൾവേസ് ഇൻക്രീസസ് the lusty desires of the gopis of Vrindavana. May he be all glorious and happy. അപ്പോൾ അദ്ദേഹത്തിന്റെ മന്ദസ്മിതമായിട്ടുള്ള മുഖാരവിന്ദം എല്ലാവരുടെയും ആഗ്രഹം, അതായത് ലസ്റ്റി ഡിസൈസ്, കാമത്തിനെ ഉണർപ്പിക്കുന്ന, എസ്പെഷ്യലി ഗോപീസ് ഓഫ് വൃന്ദാവനം, വൃന്ദാവനത്തിലെ ഗോപിമാരുടെ. കാരണം വെച്ചാൽ അവർ ആഗ്രഹിക്കുന്നത് കൃഷ്ണ ഭഗവാനെ തൻ്റെ വരനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്താണ്? അവരുടെ ആ വികാരത്തെ ഉണർത്തുകയാണ് ചെയ്യുന്നത് ഭഗവാന്റെ സാന്നിധ്യം. So this is a quotation from Srimad Bhagavatam 10.90.48. Naham vipro nacha nara padir, napi vaishyo na shudro, naham varni nacha grahapadir, no vanastha yadirvam, kintu prodyan nikhila paramananda പൂർണാമൃതാബ്ദേർ ഗോപി ഭർത്തു പദകമലയോർ ദാസാനുദാസ. ഇത് ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്. വായിക്കും. നാഹം വിപ്രോന ച നരപതിർനപി വ്യാസോ ന ശൂദ്രോ നാഹം വർണ്ണീന ച ഗൃഹപതിർനോ വനസ്ഥോ യതിർവാ കിന്തു
പ്രോദ്യാ നിഖില പരമാനന്ദ പൂർണ്ണ താപേ ചെയ്ത് ഗോപി ഭർത്തൃ പദ കമലയോർ ദാസ ദാസാനുദാസ പൂർണ്ണാമൃതാഭർ ഗോപി വരൂത പദ കമലയോ ദാസാനുദാസ. അപ്പോ എന്താണ് എന്റെ കൃഷ്ണ. അസ്തിത്വം, എന്റെ ഐഡന്റിറ്റി എന്താണെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. നമ്മൾ സാധാരണ പറയുമ്പോൾ എന്താണ് ഐഡന്റിറ്റി, നിങ്ങൾ ആരാണ്? ഞാൻ ഇന്ന ആളാണ്, രമേഷ്, സുരേഷ്, മുഹമ്മദ്, തോമസ്, അല്ലേ? ഇതാണ് ഐഡന്റിറ്റി. ഞാനാണ് ഇന്ത്യനാണ്, അമേരിക്കനാണ്, വെളുത്തതാണ്, കടുത്തതാണ്, ഞാൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, പൈലറ്റാണ്. ഇതാണ് നമ്മുടെ സാധാരണ നമ്മളെ ഐഡന്റിറ്റി. നമ്മളിപ്പോൾ ഒരാളെ കാണുന്നത്, നിങ്ങൾ ആരാണ്? ഞാൻ ഇന്ത്യനാണ്. പുറമെ പോയ ഇന്ത്യ എന്ന എവിടുന്നാണ്? നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്? ഇതൊന്നല്ല എൻ്റെ. ഇപ്പൊ ഇവിടെ പറയുന്നത് വർണ്ണാശ്രമം, അത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ. ഞാൻ ബ്രാഹ്മണനല്ല, വൈശ്യനല്ല, ക്ഷത്രിയനല്ല, ശൂദ്രനല്ല, ഞാൻ ഗൃഹസ്ഥനല്ല, വാനപ്രസ്ഥനല്ല, സന്യാസിയല്ല, ബ്രഹ്മചാരിയല്ല. ഇതൊന്നല്ല ഞാൻ. പിന്നെ എന്താണ് ഞാൻ? ഗോപി ഭർത്തൃ പദകമലയോർ ദാസാനുദാസ. എന്താണ് ഐഡന്റിറ്റി? ഗോപി ഭർത്തൃ പദകമലയോർ. ആരാണ് ഗോപി ഭർത്തൃ? ഭഗവാൻ. അവരുടെ പാദകമലം, അവരുടെ ദാസന്റെ ദാസൻ. നമ്മളുടെ ഐഡന്റിറ്റി അതാണ് ആക്ച്വലി. അതായത് ഗോപീസിന്റെ ഭർത്തൃ പറഞ്ഞാൽ ഹസ്ബൻഡ്, പതി, മാസ്റ്റർ പറഞ്ഞാൽ അത് ഭഗവാൻ. ഭഗവാന്റെ ദാസന്റെ ദാസൻ. അതാണ് നമ്മളുടെ, ഇതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ദാറ്റ് ഈസ് മൈ ഐഡന്റിറ്റി, ദാറ്റ്സ് മൈ പൊസിഷൻ. അല്ലാണ്ട് ഞാൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ അല്ലെങ്കിൽ ബ്രഹ്മചാരിയോ സന്യാസിയോ ഒന്നുമില്ല. അതൊക്കെ എക്സ്റ്റേണൽ. ദാറ്റ്സ് ഓൾ എക്സ്റ്റേണൽ. നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ഐഡന്റിഫിക്കേഷൻ വേണമല്ലോ, എക്സ്റ്റേണൽ. ഞാനൊരു ഇന്ത്യനാണ്, ഞാൻ അമേരിക്കനാണ്, ഐ ബിലോങ് ടു ദിസ് കൾട്ട്, ഐ ബിലോങ് ടു ദാറ്റ് കൾട്ട്, ഐ ബിലോങ് ടു ദാറ്റ് സെക്ട്, അങ്ങനെ പറയും. അപ്പൊ അതെല്ലാം എന്താണ്? ടെമ്പററി ആണ്, എക്സ്റ്റേണൽ ആണ്. പക്ഷെ ശരിക്കുള്ള എസോട്രിക് മീനിങ് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ചോദിച്ചാൽ അങ്ങനെ എന്താണ്? ഐ എം ദ സോൾ, ഐ എം നോട്ട് ദിസ് ബോഡി. അപ്പൊ അത് ജീവര സ്വരൂപോഹേ കൃഷ്ണര നിത്യദാസ്. ഇവിടെ എന്താ പറയുന്നത്? ദാസാനുദാസ. ദാസനും കൂടിയല്ല, ദാസന്റെ ദാസനുമല്ല, ദാസാനുദാസ. കുലശേഖർ ആൾവാർ പറയുന്നത് ഭൃത്യച്ച 7 പ്രാവണയൻ ഭൃത്യ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് മൈ പൊസിഷൻ. ഭൃത്യന്മാർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷനോ യോഗ്യതകളില്ല. ഭൃത്യന്മാരുടെ. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഗ്രേറ്റ് ക്വാളിഫിക്കേഷൻ. നമ്മൾ ആ എൻടോറേജിൽ വരാ, ആ ഗ്രൂപ്പിൽ വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഗോപി സമൂഹത്തിൽ വരിക അല്ലെങ്കിൽ ഗോപാ സമൂഹത്തിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് ഭാഗ്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട്. ഞാൻ പറയായിരുന്നു, അതായത് ശ്രീമദ് ഭാഗവതത്തില് അജാമിലയുടെ പേരും കൂടിയുണ്ട്. അജാമില ഒരു ബ്രാഹ്മണനായെങ്കിലും ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. ജഗായ് മതായ്, പാപം ചെയ്യാത്തതില്ല. അവരുടെ പേര്, നമ്മുടെ പേരുണ്ടോ? ഇല്ലല്ലോ. പേരുണ്ടോ? അങ്ങനത്തെ ആൾക്കാർ ഇവിടെ പേരും കൂടിയുണ്ട്. അത് ഭാഗവത്തിൽ കയറിക്കൂടെ എന്ന് പറഞ്ഞാൽ അവർ സാധാരണ ആൾക്കാരല്ല. ഭാഗവത്തിലേക്ക് അവർക്ക് ചൈതന്യ ചരിതാമൃതത്തില് ഏതെങ്കിലും ഒരു പേര് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കോമൺ തിങ്. അവരൊക്കെ അത്രയും ഉന്നത ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്. പുറമെ എക്സ്റ്റേണലി അവര് ചിലപ്പോൾ ഡീമൺസ് ആയിരിക്കാം, എക്സ്റ്റേണലി അവർ പാപികളായിരിക്കാം. പക്ഷെ അവരെ പേര് ഇങ്ങനത്തെ ഗ്രന്ഥത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ദേ ആർ റിയലി പ്യുവർ ഡിവോട്ടീസ്. അതൊരു ലീലയുടെ ഭാഗമായിട്ട് മാത്രം കാണണം. So I am not a Brahmana, I am not a Kshatriya, I am not a Vaishya or a Shudra, nor I am a Brahmachari, householder, Vanaprastha or a Sannyasi. I identify myself only as the servant of the lotus feet of Lord Sri Krishna, the maintainer of the gopis. He is like an ocean of nectar and he is the cause of universal transcendental bliss. He is always existing with brilliance. Okay. ചൈതന്യ മഹാപ്രഭു പറയാണ്. ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ അപ്പൊ നമ്മുടെ മൂഡും അങ്ങനെ ഇരിക്കണം. ഞാൻ കരോഡ്പതിയാണ്, ഞാൻ ലക്ഷപ്രഭുവാണ്, ഞാൻ ധനികനാണ്, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതൊന്നല്ല, ഇതൊക്കെ എക്സ്റ്റേണൽ. ഇതെല്ലാം വന്നും പോയിക്കൊണ്ടിരിക്കും. ദിസ് ഈസ് എ വേഴ്സ് 74 ഫ്രം പദ്യാവലി ആൻഡ് ആന്ത്രോളജി of verses combined by Srila Rupa Goswami. ഇത് രൂപ ഗോസ്വാമിയുടെ
പദ്യാവിൽ നിന്ന് നമ്പർ 74 ഒരിതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഉള്ള ആ ഒരു ശ്ലോകമാണ്. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? ഗോപി ഭർത്തൃ പദകമലയോ ദാസ ദാസാനുദാസ. ദാറ്റ് ഷുഡ് ബി അവർ മൂഡ്. അതാണ് ഒരാളുടെ മൂഡ്. ചൈതന്യ മഹാപ്രഭു നമുക്കത് പറഞ്ഞു തരാണ്. ബ്യൂട്ടിഫുൾ ശ്ലോക. ഓക്കെ, ഇപ്പോൾ അടുത്തത് 81. അടുത്ത ക്ലാസ്സിൽ വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे, हरि हरि बोल, हरे कृष्ण.